വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും വലിയൊരു ആഗ്രഹമാണ് ഓസ്ട്രേലിയയിലോട്ട് എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളത്. പല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ പാസ്പോർട്ട് ഹോൾഡേഴ്സിനും വർക്കിംഗ് ഹോളിഡേ വിസ എന്നുള്ളൊരു കാറ്റഗറിയിൽ അൺസ്കിൽഡ് ആണെങ്കിലും അവർക്ക് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് 2024 ഒക്ടോബർ 1 മുതൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനും ഈ വർക്കിംഗ് ഹോളിഡേ വിസ എന്നുള്ള കാറ്റഗറിയിൽ ഓസ്ട്രേലിയയിലോട്ട് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സബ് ക്ലാസ് 462 വർക്കിംഗ് ഹോളിഡേ വിസയുടെ ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയുമ്പോൾ ഏജിൻ്റെ കാര്യമാണ്. ഏജിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ള ആൾക്കാർക്കാണ് ഈ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ എടുത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 30 വയസ്സിൽ കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ 30 വയസ്സാണെങ്കിലും ഇതിൻ്റെ ഡ്യൂറിങ് ദ പ്രോസസ്സ് നിങ്ങളുടെ വയസ്സ് 31 എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രോസസ്സിൽ നിന്ന് ഔട്ട് ആവുന്നതാണ്. സോ 30 താഴെ പ്രായമുള്ള ആൾക്കാർ മാത്രം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. +2 പാസ്സായതിനു ശേഷം ഒരു 2 വർഷത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾക്ക് ഡിപ്ലോമ ആവാം, അല്ലെങ്കിൽ ഡിഗ്രി ആവാം, ഗ്രാജുവേഷൻ ആവാം. സോ +2 കഴിഞ്ഞിട്ട് 2 ഇയർ ആൻഡ് എബോവ് ഏത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഇംഗ്ലീഷ് സ്കോറാണ്. ഇംഗ്ലീഷ് സ്കോറിൻ്റെ കാര്യത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് മാത്രമേ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളൂ. അതായത് IELTS സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് 4.5 സ്കോർ മതി. ഇനി PT ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജസ്റ്റ് 30 മതി സ്കോറായിട്ട്. ഇനി അഥവാ ടോഫലിൻ്റെ സ്കോറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 32 മതിയാവും. അതല്ല കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ 147 ആണ് മിനിമം സ്കോറിൻ്റെ റിക്വയർമെൻറ്റ് വേണ്ടത്. പിന്നെ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയുടെ പുറത്തുള്ള ആൾക്കാരായിരിക്കണം. ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും ഒരു വിസ വെച്ച് നിങ്ങൾ ഓൾറെഡി ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇതിനു മുന്നേ ഓസ്ട്രേലിയയുടെ ഏതെങ്കിലും ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് റിജക്ഷൻ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവർ എലിജിബിൾ അല്ല. ഈ വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വിസയാണ്. ഈ വിസയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡൻറ്റിനെ ഒരിക്കലും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ സ്പൗസിനെയോ നിങ്ങളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ പാരൻസിനെയോ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരിക്കലും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഈ വിസയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 മന്ത്സ് ആണ്. ഈ 12 മന്ത്സിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 4 മാസത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ എടുക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. പിന്നെ ഈ വിസയിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് അലൗഡ് ആണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ 12 മന്ത്സ് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് വരാനും തിരിച്ച് ഓസ്ട്രേലിയയിലോട്ട് പോകാനുമായിട്ട് സാധിക്കും. നിങ്ങളുടെ ഈ 12 മന്ത്സുള്ള ഡ്യൂറേഷനുള്ള ഈ വിസയിൽ നിങ്ങളൊരു 3 മന്ത്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി നിങ്ങൾ 3 മന്ത്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ, അതായത് 12 മന്ത്സ് കഴിയുമ്പോൾ ഈ വിസ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാവുമ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിന് ആദ്യമായിട്ട് ഒരു പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് അല്ലാതെ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ഐഡൻറ്റിറ്റി കാർഡ് വേണം. അതായത് നിങ്ങളുടെ പാൻ കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നിങ്ങളൊരു പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യണം. ഈ പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്ത് അതിനായിട്ട് ഒരു $25 അത് ഏകദേശം ഒരു 1400 രൂപയോളം വരും. അത് പേ ചെയ്ത് നിങ്ങൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിൽ നിന്ന് കിട്ടുന്ന സെലക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രീ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 1000 പേരെ, അത് നമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്, എത്ര പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 1000 പേരെ മാത്രമാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ബാലറ്റ് പ്രോസസ്സാണ്, അതായത് നറുക്കെടുപ്പ് പ്രോസസ്സാണ്. റാൻഡം ആയിട്ട് ഒരു 1000 പേരെ നറുക്കെടുക്കും. ഈ നറുക്കെടുപ്പിലൂടെയാണ് നിങ്ങളുടെ ഈ സെലക്ഷൻ പ്രോസസ്സിലോട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നത്. സോ ഈ പ്രോസസ്സിൽ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
ഇനി നിങ്ങൾ ഈ പ്രോസസ്സിൽ, അതായത് ഈ ഒരു നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു റിജക്ഷൻ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നോട്ട് സക്സസ്ഫുൾ എന്നുള്ള നോട്ടിഫിക്കേഷനോ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ഈ പ്രോസസ്സിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം, അതായത് നിങ്ങൾ നറുക്കെടുപ്പിലൂടെ നിങ്ങൾ സെലക്ഷൻ ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുകയുള്ളൂ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെ സെലക്ഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ വിസ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒരു $650 ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അത് ഏകദേശം ഇന്ത്യൻ മണി ഒരു 36,000 രൂപ, 36,000 റുപ്പീസ് വരും. ഈ എമൗണ്ട് വെച്ച് നിങ്ങൾ സാധാരണ ഒരു വിസ പ്രോസസ്സ് ചെയ്യുന്ന അതേ ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡ്യൂറിങ് ദ പ്രോസസ്, വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ സാധാരണ ഒരു വിസ ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സിൽ കൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, പിന്നെ മെഡിക്കൽ ചെക്കപ്പ് വേണ്ടി വരും. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വിസയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ക്രൈറ്റീരിയ പറഞ്ഞപ്പോൾ ഏജിൻ്റെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 18 to 30 ഇയേഴ്സ് ആണ് ക്രൈറ്റീരിയ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ പ്രീ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 31 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 31 ഇയേഴ്സ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രോസസ്സിൽ നിന്നും ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകം നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 30 വയസ്സിനുള്ളിലല്ല, നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞ് 31 വയസ്സിലാണ് നിങ്ങൾ ഈ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സിൽ സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റില്ല. ഇപ്പം ഞാൻ സ്ക്രീനിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് ചില കൺട്രീസിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അതായത് ഈ ബാലറ്റ് ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ എന്ന് കാണിക്കും, ക്ലോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടാണ്. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇതെപ്പോൾ ഓപ്പൺ ആവുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ $25 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പേ ചെയ്തിട്ട് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഓപ്പൺ സ്റ്റാറ്റസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ കഴിയുമ്പോൾ ഇത് ക്ലോസ്ഡ് ആവും. ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ ഡ്യൂറേഷനിലും ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു അക്നോളജ്മെൻറ്റ് കിട്ടും. ഈ പ്രോസസ്സ് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്തു, കംപ്ലീറ്റ് ആയി എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട പീരീഡാണ്. നിങ്ങൾ ആ ബാലറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പീരീഡിലോട്ടുള്ള വെയിറ്റിംഗ് ആണ് വേണ്ടത്. പിന്നെ ആ ബാലറ്റിലൂടെ, അതായത് തെരഞ്ഞെടുപ്പിലൂടെ, നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്കൊരു സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ അത് നോട്ടിഫൈ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കൊരു സെലക്ഷൻ ലെറ്റർ കിട്ടും. ഇതിനെ നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ലെറ്റർ എന്നാണ് പറയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സായിട്ടുള്ള വിസ ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 650 ഓസ്ട്രേലിയൻ ഡോളേഴ്സ്, അതായത് ഏകദേശം 36,000 ഇന്ത്യൻ മണി കൊടുത്തിട്ട് നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ വർക്കിംഗ് ഹോളിഡേ വിസയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇത് ടോട്ടലി ഒരു ലക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. കാരണം ഒരു ക്രൈറ്റീരിയയും ഇല്ല. അത് വളരെ റാൻഡമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നിങ്ങൾ സെലക്റ്റഡ് ആകും. സോ ഇത് ടോട്ടലി റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ടോട്ടലി ലക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. സോ ഇതിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ത്യയിൽ നിന്ന് അൺസ്കിൽഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിൽ പോകണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു $25, അതായത് ലെസ് ദാൻ ഒരു 1,500 റുപ്പീസിന് നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ വിസയിൽ അവിടെ പോയി അവിടെ വർക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ജോബ് അന്വേഷിച്ചിട്ട് ജോബിന് കയറാം. സ്റ്റഡി ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് പിന്നീടുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓസ്ട്രേലിയയിലോട്ട് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഡെസ്മ ഇന്റർനാഷണൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ കൂടി ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഈ ക്ലാരിറ്റി കിട്ടുന്നതാണ്. ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹെൽപ്പ് വേണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
നമ്മളെ ഇമെയിൽ ഐ ഡിയിൽ കൂടെ കോൺടാക്ട് ചെയ്യാം. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാം. ദയവായിട്ട് വാട്സപ്പിലോ കോൾ മുഖാന്തരമോ കോൺടാക്ട് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് കോൾസും വാട്സപ്പ് മെസ്സേജസും നമുക്ക് ഓൾറെഡി ഇപ്പോൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവ്ലി ഫോർ ഈ ഒരു വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എൻക്വയറി എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സബ്ജക്റ്റ് ലൈൻ ഇട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഇമെയിൽ അയയ്ക്കുക. ഞങ്ങൾ ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റിവേർട്ട് ചെയ്യുന്നതാണ്. സോ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ ബൈ.